കഴിഞ്ഞ 2 മാസമായി തുടർച്ചയായി വിദേശ ഇന്ത്യക്കാർ അയർലൻഡിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 6 വയസ്സുകാരിയിലേക്ക് വരെ എത്തിയതോടെയാണ് അയർലൻഡ് ഇനി സുരക്ഷിതമാണോ എന്ന ചോദ്യം ഉയരുന്നത്. കോട്ടയം സ്വദേശിയായ അനുപ എന്ന മലയാളി നഴ്സിന്റെ മകളാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ ഇന്ത്യയിലേക്ക് മടങ്ങുവെന്ന ആക്രോശവുമായി എത്തിയ കൗമാര സംഘം മുഖത്തടിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചത്. കുട്ടി ഇപ്പോഴും ഭയചകിതയാണെന്നും ഇനി മുറ്റത്തിറങ്ങി കളിക്കാനുള്ള ധൈര്യം പോലും കുട്ടിക്ക് ഇല്ലെന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും തൊഴിൽ ലഭ്യതയും കർക്കശ നിയമവും കാലാവസ്ഥയും ഒക്കെ ചേർന്നു അയർലൻഡ് മലയാളികൾക്ക് അത്ര ഇഷ്ടപ്പെട്ട സ്ഥലം ആയിരുന്നില്ല എന്നതിനാൽ ഏതാനും വർഷം മുൻപ് പോലും ആയിരക്കണക്കിന് മലയാളികൾ മാത്രമാണ് ഈ ചെറു രാജ്യത്തേക്ക് എത്തിയിരുന്നത്. എന്നാൽ ബ്രിട്ടനിൽ കുടിയേറ്റം കർക്കശ ഉപാധികളിലേക്ക് നീങ്ങുകയും വിദ്യാർത്ഥി വിസക്കാരെ പരമാവധി നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തതോടെ 2020 ശേഷം അനിയന്ത്രിതമായ കുടിയേറ്റം അയർലൻഡിലേക്ക് നടന്നത് വഴി ഇപ്പോൾ 1 ലക്ഷത്തിലേറെ മലയാളികളെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് ഊഹക്കണക്കുകൾ. ബ്രിട്ടനിലടക്കം പ്രാദേശികവാസികളുടെ സ്വൈര്യ ജീവിതത്തിന് ഹാനികരമാകും വിധം മതസംഘടനകളും കൂട്ടായ്മകളും പൊതുപരിപാടികളും പെരുന്നാളുകളും ഒക്കെ സംഘടിപ്പിക്കുന്നതിന് തുടക്കകാലം മുതൽ മാധ്യമങ്ങളടക്കം നടത്തിയിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ ഒരു പരിധിവരെ കുടിയേറ്റ കൂട്ടായ്മയുടെ ശക്തി പ്രകടനം ഇല്ലാതാക്കുകയും അതുവഴി പ്രാദേശിക സമൂഹത്തിന് മുന്നിൽ ഇത്രയധികം ആളുകൾ ഇവിടെയുണ്ട് എന്ന ചിന്തയ്ക്ക് വഴി തെളിക്കാതിരിക്കാനും സാധിച്ചിട്ടുണ്ട്. വെയിൽസിലെ ചെറുഗ്രാമത്തിൽ ആഴ്ചകൾക്ക് മുൻപേ പള്ളിയിലെത്തിയ 2 മലയാളികളുടെ 2 പ്രീമിയം കാറുകൾ അടിച്ചു തകർത്തതുപോലെയുള്ള ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഇന്നും ബ്രിട്ടനിൽ നടക്കുന്നുണ്ടെങ്കിലും അതിന് വ്യാപകമായ പിന്തുണ പൊതുസമൂഹത്തിൽ പടർത്താനായിട്ടില്ല. കഴിഞ്ഞ 2-3 വർഷമായി പൊതുമൈതാനങ്ങളിൽ ആർക്കും പ്രവേശനം ലഭിക്കും വിധം ആയിരക്കണക്കിന് ആളുകൾ രാവും പകലും തടിച്ചുകൂടുന്ന ആഘോഷ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടികളിലേക്ക് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളായ ഹണി റോസ്, കുഞ്ചാക്കോ ബോബൻ, റിമി ടോമി, ബേസിൽ ജോസഫ്, ലക്ഷ്മി ജയൻ എന്നിവരൊക്കെ ഇടവേളയില്ലാതെ വിധം വന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ പരിപാടികളുടെ കരാറിന് UK-യിൽ നിന്നും വരെ ആളുകളെ എത്തിക്കേണ്ടി വന്നു. ജനങ്ങൾ ഇടിച്ചു കയറിയതോടെ സ്പോൺസർമാരായി കേരളത്തിൽ നിന്ന് ബിസിനസ് സ്ഥാപനങ്ങൾ എത്തി തുടങ്ങിയതോടെ ഒരു കൂട്ടർ നടത്തുന്നതിലും വലിയ കാഴ്ചപ്പൂരങ്ങൾ തങ്ങൾക്ക് നടത്തണം എന്ന മട്ടിലാണ് മൈതാന കാഴ്ചകൾ വളർന്നത്. സൗന്ദര്യ മത്സരങ്ങളും തട്ടുകടകളും വളക്കടയും സോപ്പ്, ചീപ്പ്, കണ്ണാടി വരെ എന്തും മൈതാന കാഴ്ചകളായപ്പോൾ പുലർച്ചെ 8 മണിക്ക് ഗേറ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ 2000 പേർക്കെങ്കിലും ഭക്ഷണം വിളമ്പാൻ ഊട്ടുപുരകളും തയ്യാറായ കാഴ്ചയും അയർലൻഡിൽ കാണാൻ തുടങ്ങിയത് അടുത്തിടെ മാത്രമാണ്. സ്വാഭാവികമായും ഇത്രയധികം ജനങ്ങൾ എവിടെ നിന്നും എന്ന് ഒരു പ്രദേശവാസിക്ക് തോന്നിയെങ്കിൽ അതിന് അവരെ എങ്ങനെ കുറ്റപ്പെടുത്തും എന്ന ചോദ്യം ഉയരേണ്ടത് ഓരോ മലയാളിയുടെ മനസ്സിലുമാണ്. 2 പതിറ്റാണ്ടിലേറെ UK-യിൽ മലയാളികൾ ശക്തമായ സമൂഹമായിട്ടുണ്ടെങ്കിലും ഒരു വള്ളംകളിയും ചെണ്ടപ്പുരവും ഏതാനും വടംവലി മത്സരങ്ങളും മാത്രമാണ് ഇതിന് അപവാദമായി പറയാനുള്ളത്. എന്നാൽ ഈ പരിപാടികളിൽ പരിധിവിട്ട ഒച്ചയും ബഹളവും പ്രകോപനപരമായ കാഴ്ചകളും കുറവാണ് എന്നതും UK മലയാളികൾക്ക് അകാരണമായി പൊതുയിടത്തിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കി നൽകിയിട്ടുണ്ട്.